സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. 50 ചോദ്യങ്ങളാണുള്ളത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ് ആദ്യത്തെ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ സൂചിപ്പിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? ഭാഗം 3 ആണ്. ഭാഗം 3. ഗാന്ധിയൻ സമര മാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി ആയിരുന്നു സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി. ജസ്റ്റിസ് ഫാത്തിമ ബീവി. അടുത്ത ചോദ്യം, ആറ്റവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന മാതൃകകൾ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞരുടെ പേരുകൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു. സൗരയൂഥ മാതൃക ജെ തോംസൺ, പ്ലം പുഡിംഗ് മാതൃക റൂദർഫോർഡ്, വേവ് മെക്കാനിക്സ് മാതൃക മാക്സ് പ്ലാങ്ക്, അനിശ്ചിതത്വ സിദ്ധാന്തം ഹേസർബർഗ്. ഇപ്പൊ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. A2 സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ്. പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മാതൃക ജെ തോംസൺ. വേവ് മെക്കാനിക്സ് മാതൃക മാക്സ് പ്ലാങ്ക് ആണ്. വേവ് മെക്കാനിക്സ് മാതൃക മാക്സ് പ്ലാങ്ക്. അനിശ്ചിതത്വ സിദ്ധാന്തം ഹേസർബർഗ്. അടുത്ത ചോദ്യം, വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളെക്കാൾ എന്താണ്? ചലനവേഗത കുറവായിരിക്കും, തമ്മിലുള്ള അകലം കുറവായിരിക്കും, ആകർഷണ ബലം കുറവായിരിക്കും, ഊർജം കുറവായിരിക്കും. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളെക്കാൾ എന്താണ്? ആകർഷണ ബലം കുറവായിരിക്കും. ആകർഷണ ബലം കുറവായിരിക്കും. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് രൂപപ്പെടുന്ന പഞ്ചസാര ഏതാണ്? പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് രൂപപ്പെടുന്ന പഞ്ചസാര സൂക്രോസ് ആണ്. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് രൂപപ്പെടുന്ന പഞ്ചസാര സൂക്രോസ്. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ശുക്രനാണ്. ശുക്രൻ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കാനുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഈ പരാമർശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആലുവ സർവമത സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആലുവ സർവമത സമ്മേളനം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ്. ഇതാരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഇത് ആലുവ സർവമത സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്?
സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ഗ്രീഷ്മമാണ്. ഗ്രീഷ്മം. ഓപ്ഷൻ ബി ഗ്രീഷ്മം. ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളിൽ പെടാത്തത്. ഇവിടെ തന്നിരിക്കുന്നത് ജനന നിരക്ക്, മരണനിരക്ക്, ആശ്രയത്വ നിരക്ക്, കുടിയേറ്റം എന്നിവയാണ്. ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയിൽ മാറ്റം വരുന്ന ഘടകങ്ങളിൽ പെടാത്തത് ആശ്രയത്വ നിരക്കാണ്. ആശ്രയത്വ നിരക്ക്. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10 ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ്? 2020 ജനുവരി 10. ഇന്ത്യയിൽ മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്ത്? ഇന്ത്യയിൽ മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. 21 വയസ്സ്. അംബേദ്കറുടെ സമാധി സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? അംബേദ്കറുടെ സമാധി സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചൈത്രഭൂമിയാണ്. ചൈത്രഭൂമി. ചൈത്രഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? അംബേദ്കറുടെ സമാധി സ്ഥലമാണ്. സേവാഗ്രാം ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുത്തത്? സേവാഗ്രാം ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുത്തത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏത്? തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാറാണ്. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏതാണ്? മുല്ലപ്പെരിയാർ. മാക്കാച്ചിക്കാട് അല്ലെങ്കിൽ തവള വായൻകിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷി സങ്കേതം? മാക്കാച്ചിക്കാട് അല്ലെങ്കിൽ തവള വായൻകിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. തട്ടേക്കാട്. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം? മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920 ആണ്. 1920. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം ഏത്? ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമി. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം? 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം കല്ലുമാല സമരമാണ്. കല്ലുമാല സമരം. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി? പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി ഫെയിം ഇന്ത്യയാണ്. ഫെയിം ഇന്ത്യ. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 ആണ്. ഓപ്ഷൻ ഡി 2000. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ്.
കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് ഗണത്തിൽ പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് ഗണത്തിൽ പെടുന്നു? സംയുക്ത മേഖലയാണ്. സംയുക്ത മേഖല. ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? 89%. 89%. ഭൂമധ്യരേഖാ പ്രദേശത്ത് കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം ഡാഷ് കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം ഡാഷ് കിലോമീറ്റർ ആണ്. 40,000 കിലോമീറ്റർ ആണ്. 40,000. ശരീരത്തിന്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത്? ശരീരത്തിന്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത്? വലത് ഓറിക്കിളിലാണ്. വലത് ഓറിക്കിൾ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ളതും ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്നതുമായ ഹൈഡ്രജൻ സംയുക്തം. തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ളതും ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്നതുമായ ഹൈഡ്രജൻ സംയുക്തം. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ്. ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ് ആണ്. ചെസ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി ആരാണ്? ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷമേത്? തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം 1932 ആണ്. 1932. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് ആര്? സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവനകൾ തന്നിരിക്കുന്നത് ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജന്റെ 3 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ എന്നത് ലാറ്റിൻ പദമാണ്. ചോദ്യം ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ശരിയാണ്. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജന്റെ 3 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശരിയാണ്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷപാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ശരിയാണ്. ഇനി ഓസോൺ എന്നത് ലാറ്റിൻ പദമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓസോൺ എന്നത് ഗ്രീക്ക് വേർഡാണ്. ഗ്രീക്ക്. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോൾ നടക്കുന്നു? ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോൾ നടക്കുന്നു? 10 വർഷം കൂടുമ്പോഴാണ്. ഇന്ത്യയിൽ സെൻസസ് 10 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്.
രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. മലനാട്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് ജലസംഭരണിയിൽ ശേഖരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്നത് സ്ഥിതികോർജമാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുന്നു. ശബ്ദോർജത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ 3 പ്രസ്താവനകളും ശരിയാണ്. ജലസംഭരണിയിൽ ശേഖരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്നത് ഏത് ഊർജമാണ്? സ്ഥിതികോർജമാണ്. സ്ഥിതികോർജം ഉയരം കൂടുന്നതിനനുസരിച്ച് കൂടുന്നു. ശബ്ദോർജത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാനായിട്ട് കഴിയില്ല. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം മംഗലാപുരമാണ്. മംഗലാപുരം. അടുത്ത ചോദ്യം, ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ്. ചുവടെ പറയുന്ന ഉപകരണങ്ങൾ, അവയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഡൈനാമോ, ഇലക്ട്രിക് മോട്ടോർ, ബാറ്ററി, മൈക്രോഫോൺ എന്നിവയാണ്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഡൈനാമോ യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ബാറ്ററി രാസോർജം വൈദ്യുതോർജമായി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഒന്നും കൂടി, ഡൈനാമോ എന്താ ചെയ്യുന്നത്? യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ബാറ്ററി രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? ദേശീയ ജലപാത കേരളത്തിലെ കൊല്ലം കോട്ടപ്പുറമാണ്. കൊല്ലം കോട്ടപ്പുറം. കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത ഏതാണ്? NW3 ആണ്. NW3. ചുവടെ പറയുന്നവയിലെ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് തന്നിരിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ എന്നിവയാണ്. ഇതിൽ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, നാളികേര ഗവേഷണ കേന്ദ്രം, കശുവണ്ടി ഗവേഷണ കേന്ദ്രം, കാപ്പി ഗവേഷണ കേന്ദ്രം എന്നിവയാണ്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുമ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. ശരിയാണ്. നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരമാണ്, തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. ശരിയാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയമാണ്, മലപ്പുറം ജില്ലയിലെ ആനക്കയം. കാപ്പി ഗവേഷണ കേന്ദ്രമോ? ചൂണ്ടലാണ്, വയനാട് ജില്ലയിലെ ചൂണ്ടൽ. ഒന്നും കൂടി, കേന്ദ്ര ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? കാസർഗോഡാണ്. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയത്താണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചൂണ്ടലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടമാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക.
പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള കൃഷിരീതി അറിയപ്പെടുന്നത്. പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിരീതി പെർമാകൾച്ചറാണ്. പെർമാകൾച്ചർ. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ഗാന്ധിജിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിവയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഏതായിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ടാണ്. ഇതാരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9-നാണ്. ശരിയാണ്. ഇവിടെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ഗാന്ധിജിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്രയാണ്. പ്രൊഫസർ ആർ മിശ്ര. അവസാനത്തെ ചോദ്യമാണ്. എൽ നിനോ എന്ന കാലാവസ്ഥ പ്രക്രിയയെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? എൽ നിനോ തന്നിരിക്കുന്നു. കനത്ത മഴ, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ കാരണം എൽ നിനോ എന്ന പ്രതിഭാസമാണ്. എൽ നിനോ പ്രതിഭാസത്തിന്റെ ഫലമായാണ് ശീതജലപ്രവാഹങ്ങൾ ഉഷ്ണ സ്വഭാവമുള്ളതാകുന്നത്. എൽ നിനോ എന്ന വാക്കിന്റെ അർത്ഥം ബാലിക എന്നാണ്. എൽ നിനോയെ കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് പെറുവിലെ മത്സ്യത്തൊഴിലാളികളാണ്. എൽ നിനോ എന്ന കാലാവസ്ഥ പ്രക്രിയയെ കുറിച്ചിട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1 എന്താണ് പറഞ്ഞിരിക്കുന്നത്? കനത്ത മഴ, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ കാരണം എൽ നിനോ എന്ന പ്രതിഭാസമാണ്. ഇനി 2, എൽ നിനോ പ്രതിഭാസത്തിന്റെ ഫലമായാണ് ശീതജലപ്രവാഹങ്ങൾ ഉഷ്ണ സ്വഭാവമാകുന്നത്. ഇനി 4, എൽ നിനോയെ കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് പെറുവിലെ മത്സ്യത്തൊഴിലാളികളാണ്. എവിടത്തെയാണ്? പെറുവിലെ. 3ാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൽ നിനോ എന്ന വാക്കിന്റെ അർത്ഥം ബാലിക എന്ന് പറഞ്ഞിരിക്കുന്നു. എൽ നിനോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉണ്ണിയേശു എന്നാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്